അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ സേതു മാധവനച്ചായനാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ വിവരം അറിയിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സേതു മാധവൻചായനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സേതു മാധവൻ. എനിക്ക് ഭാര്യയും 2 മക്കളും 2 പേരക്കുട്ടികളും ഉണ്ട്. ഞാൻ ഒരു എക്സ് സർവീസ്മാൻ ആണ്. എൻ്റെ ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, റിട്ടയേർഡ് ഹൈസ്കൂൾ ടീച്ചർ. രണ്ടാമത് എൻ്റെ മകൾ മാരീഡ് കഴിച്ചു തൃശ്ശൂർ ദേശത്തേക്ക്. എൻ്റെ മകൻ ഇപ്പോൾ സ്ഥലത്തിൽ, അവൻ മസ്കത്തിലാണ്. എൻ്റെ ശരിക്കുള്ള സ്വദേശം മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കുറ്റിപ്പുറം ദേശത്താണ്. അവിടെ എൻ്റെ അച്ഛൻ, അമ്മ, ഞാൻ 5 ആൺമക്കളും 1 പെൺമക്കളുമാണ്. ഞാനും എൻ്റെ പെങ്ങളും ട്വിൻസാണ്. എൻ്റെ അച്ഛൻ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്നു, അമ്മ ഹൗസ് വൈഫ്. അങ്ങനെ മൂത്ത ചേട്ടൻ പട്ടാളമാണ്, രണ്ടാമത്തെ ആള് ദുബായിലാണ്, മൂന്നാമത്തെ ആള് ഗോവയിലാണ്, പിന്നെ 4-മത്തെ ആള് ദുബായിലാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വളരെ സന്തുഷ്ടമായുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്. ഇപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ നിലവിലില്ല. അമ്മ നിത്യതയിലേക്ക് പോയിരിക്കുന്നു, അച്ഛൻ മരിച്ചിരിക്കുന്നു. അത് പറയാൻ കാരണം ലാസ്റ്റിൽ ഞാൻ പറയാം. രണ്ടാമത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഹെവി മദ്യപാനിയായിരുന്നു, പട്ടാളക്കാരനാണ്. ഹെവി മദ്യം കുടിച്ച് മരിച്ചുപോയി. 2-മത്തെ ആളും 3-മത്തെ ആളും ഞാനും ഉണ്ട്. എൻ്റെ പെങ്ങള് ക്യാൻസർ ആയിട്ട് മരിച്ചുപോയി. ഇത്രത്തോളമാണ് എൻ്റെ പഴയ കാലഘട്ടം. അവിടെ നിന്ന് ഞങ്ങൾ തറവാട് നമ്മുടെ കുറ്റിപ്പുറം ദേശത്ത് റെയിൽവേ വലുതാക്കുന്നു പറഞ്ഞിട്ട് ആ വീടെല്ലാം പൊളിച്ച് ഓരോരുത്തരുടെ സന്നിധിയിൽ ഓരോരുത്തരുടെ സ്ഥലത്തേക്ക് പോയി. ഞാൻ മലപ്പുറം കോട്ടക്കൽ ദേശത്ത് വന്നു. എൻ്റെ ചേട്ടന്മാര് ഗോവയിൽ ഒരു ആളുണ്ട്, 2-മത്തെ ആള് താനൂർ എന്ന ദേശത്തുണ്ട്, എൻ്റെ പെങ്ങള് ചങ്ങരംകുളം ദേശത്തുമുണ്ട്. അവൾ എക്സ്പെർട്ട് ആയിരുന്നു. ഇത്രയാണ് നമ്മളെ കുടുംബ കഥകള്. ഞാനെൻ്റെ സാക്ഷ്യം ശരിക്കും നമുക്ക് ആലയത്തിൽ നിന്ന് കിട്ടുന്നത് വെറും 10-12 മിനിറ്റേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പാസ്റ്റർ ഞാൻ മുഖാന്തരപ്പെട്ടത് എന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാനുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ പല തരത്തിലും ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് എവിടെങ്കിലും സുവിശേഷങ്ങൾ പറയണം, അതുപോലെ എൻ്റെ ഞാൻ അനുഭവിച്ച കഥകൾ എല്ലാവരോടും പറയണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ദൈവത്തെ അറിയുന്നതിൻ്റെ മുന്നേ ഉള്ള അവസ്ഥ ഞാൻ പറയാണ്. ഞാൻ പട്ടാളത്തിൽ നിന്ന് 1974 ഞാൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്തതാണ്. 1996 മാർച്ച് മാസം ഞാൻ അവിടെ നിന്ന് റിട്ടയർഡ് ചെയ്തു. റിട്ടയർഡ് ചെയ്തതിന് ശേഷം ഞാനും റിട്ടയർഡ് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ വൈഫും
കാരണം 97-ൽ എനിക്ക് കോട്ടക്കൽ ആര്യവൈദ്യശാല വലിയൊരു ഫാക്ടറിയിൽ എനിക്ക് ഒരു ജോലി കിട്ടി. അവിടെ ഞാൻ വളരെയധികം, അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറ്റിപ്പുറം ദേശത്ത് നിന്ന് കോട്ടക്കല് ഡ്യൂട്ടിക്ക് വരുവാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും, അന്ന് കുട്ടികളില്ലായിരുന്നു, അന്ന് ഞങ്ങള് കോട്ടക്കൽ ദേശത്തെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസമാക്കിയത്. അവിടെ നിന്ന് ഒരു 5-8 മാസം കഴിഞ്ഞു. അവിടെ വൈഫ് സ്കൂള് അധ്യാപികയാണ്, അവിടെ സ്കൂളിലേക്കും പോകും. ഞാൻ കോട്ടക്കൽ ആര്യശാല ഡ്യൂട്ടിക്ക് പോയിരുന്നു. പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് എന്തോ അറിയില്ല, എവിടെ നിന്ന് വന്നോ എന്നും എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്ക് ഒരുപാട് ആയുർവേദശാലയിൽ ഒരുപാട് സ്റ്റാഫേഴ്സ് ഉണ്ട്, 2000-3000 വർക്കേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്തു, ഒരു ദിവസം എന്നോട് പറഞ്ഞു, സേതേട്ടൻ പട്ടാളല്ലേ, നമുക്കൊന്ന് കൂടാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാന് കഴിക്കാത്ത ആളെന്ന് ഞാൻ പറയില്ല, കാരണം പട്ടാളത്തിന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് അവരെ 1-2 പേര് തരുള്ളൂ, കൂടുതലില്ല. കാരണം മഞ്ഞുകാലാണ്, ലേ ലഡാക്കിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആര്യശാലയിൽ, ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആര്യശാലയിൽ കുടി തുടങ്ങി, മദ്യപാനം സ്റ്റാർട്ട് ചെയ്തു. അത് അവിടെ കമ്പനിയിൽ മാത്രമേ അവിടെ ചെയ്യാറുള്ളൂ. അവിടെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വല്ലതൊന്നും കഴിച്ചിട്ടേ വീട്ടിലേക്ക് വരാറുള്ളൂ. കാരണം വൈഫ് ടീച്ചറായിരുന്നു. കാരണം പിന്നെ 2 പേരക്കുട്ടികളും ഉണ്ടായി, ചെറിയ കുട്ടികള്. അപ്പൊ ഞാൻ മദ്യപാനത്തിന്റെ, ചുരുക്കം പറഞ്ഞാൽ വളരെ ഓവറായി, മദ്യപാനത്തിന്റെ പിടുത്തം വിട്ടുപോയി. അങ്ങനെ ആദ്യം 1, 2, പിന്നെ കുപ്പികളോട് കൂടി ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ അന്നത്തെ ചോദിച്ചു, വൈഫ് പറഞ്ഞു, സേതുവേട്ടൻ എന്താ ഇങ്ങനെ കൂടുതൽ കുടിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരികയാണെന്ന്, ആരെ എന്നോട് പറയുന്ന മാതിരി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഈ മദ്യപാനം ഒഴിവാക്കണം എന്ന ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ വൈഫ്, ഞാനും ഹിന്ദു നായരാണ്, ഞാനും വൈഫും കൂടി പല സ്ഥലങ്ങളിലും പല ജ്യോത്സ്യന്മാരെ കണ്ട്, പല സ്ഥലങ്ങളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അമ്പലങ്ങളെല്ലാം കറങ്ങി. പൊങ്ങോല കഴിച്ചു, അതുപോലെ മക്കളുടെ മുന്നിൽ വെച്ച് 2ാം വിവാഹം കഴിച്ചു. അങ്ങനെ വളരെയധികം ത്യാഗം സഹിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ ശരിക്കും ഞാൻ പറയുന്നതിനെ കാട്ടിയും ബെറ്റർ വൈഫ് പറയുമ്പോൾ വളരെ ഒരു ഇംപ്രഷൻ കാരണം ഞാൻ പറയാൻ കാരണം, ഞാനൊരു പട്ടാളക്കാരനാണ്, വൈഫ് ഒരു ടീച്ചറാണ്. ടീച്ചർക്കും ഒരു വേക്കൻസി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാസർഗോഡ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ പല അമ്പലങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ലക്ഷ്യമില്ല. അവസാനം ഞാൻ പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കംപ്ലീറ്റ് ചെലവായി. അങ്ങനെ വീട്ടിൽ വൈഫ് രാവിലെ മോർണിംഗില് ടീച്ചർ സ്കൂളിൽ പോകും, എനിക്ക് പിന്നെ കംപ്ലീറ്റ് കുക്ക്ഡ് എല്ലാം അറിയാം, അടുക്കള പരിപാടി എല്ലാം നല്ല അറിയാം. അപ്പൊ ഞാൻ എന്ത് പണിയും, ഫ്രണ്ട്സുകളെ വിളിച്ചിട്ട് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളില് മദ്യപാനം നടക്കും. അങ്ങനെ ഒരു മദ്യം അവിടെ കുടിക്കുന്ന സമയത്ത് ക്വാർട്ടേഴ്സുകാർ പറയും, മദ്യം ഈ ക്വാർട്ടേഴ്സ് ഒഴിവാക്കുക. പക്ഷെ ബാക്കി കച്ചറ ഒന്നുമില്ല. അങ്ങനെ 7 ക്വാർട്ടേഴ്സ് നമ്മളെ ചേഞ്ച് ചെയ്തു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ വൈഫിനോട് ചോദിച്ചു, സേതേട്ടൻ കിട്ടുന്ന പൈസ ബാങ്കിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ നുണ പറഞ്ഞു. അങ്ങനെ എല്ലാ പൈസയും തീർന്നതിന്റെ ശേഷം ഞാൻ ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മുസ്ലിംസ് ഒരുപാട് ഓരോരുത്തരായിട്ട് ബ്ലേഡിൽ നിന്ന് പൈസ വാങ്ങി. 10,000 രൂപയ്ക്ക് 1000 രൂപേന്റെ ഇൻട്രസ്റ്റ്, അതും വൈഫ് അറിയാതെ. അങ്ങനെ വാങ്ങി അവിടെ ചില സമയങ്ങളിൽ അമ്പലത്തിൽ പോവും, ചില സമയങ്ങളിൽ ഓരോരുത്തർ വരും, അങ്ങനെ കള്ളു കുടിക്കുക. പല മേഖലയായിരുന്നു.
ജീവിതം തന്നെ ഭയങ്കര മടുപ്പ് തോന്നി. കാരണം എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ വൈഫിന് വളരെയധികം മടുപ്പ് തോന്നി. എൻ്റെ മകള് സ്റ്റേറ്റിലെ ഒരു ഡാൻസുകാരിയായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, എല്ലാ ഡാൻസും. ഒരു ദിവസം ഞാൻ അവളായിട്ട് കൊല്ലത്ത് അന്ന് അവിടെ കടല് ആക്രമണം ഉണ്ടായി ഒരു ദിവസം. അത് ഞാൻ അവളായിട്ട് കൊല്ലത്ത് പോയപ്പോൾ ഞാൻ ബാറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മദ്യപാനം ചെയ്തു. അപ്പൊ അത്രത്തോളം വളരെയധികം പ്രയാസമായിരുന്നു. ആ മകളെല്ലാം ഇപ്പോ ബിടെക് വരെ എത്തി. പക്ഷെ അവസാനമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു മനസ്സിന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അവസാനം ബ്ലേഡിൽ നിന്ന് പൈസ വാങ്ങി അവർക്ക് തിരിച്ചു കൊടുക്കാൻ, ബ്ലേഡിന്റെ പൈസ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ വന്നു. ആ സമയത്ത് ഞാൻ ഓരോരുത്തരോട് പറഞ്ഞു, തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം. അങ്ങനെ അവസാനം 5-7 കൊല്ലം കഴിഞ്ഞിട്ട് അവസാനം അവര് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീട്ടിലേക്ക് വന്നിട്ട് അവര് പറഞ്ഞു, ഏട്ടൻ ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട്, ഇത്ര പൈസ വാങ്ങി. അവസാനം ഇവള് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ എന്നോട് ഇവള് ചോദിച്ചു, സേതേട്ടൻ ബ്ലേഡിൽ നിന്ന് പൈസ വാങ്ങേണ്ടി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിയത്. അപ്പൊ സേതേട്ടന്റെ ഞാൻ പറഞ്ഞ കയ്യിൽ പറഞ്ഞതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ അവളെ ടോട്ടൽ കണക്കൂട്ടോ 9 ലക്ഷമാണ് ഞാൻ ബ്ലേഡിൽ നിന്ന് വാങ്ങിയത്. വീട്ടിൽ ഒന്നുപോലും ഉടുക്കാനില്ല, ഒന്നുമില്ല. ഭക്ഷണം അങ്ങനെ പോകുന്നു. കുടുംബക്കാരൊക്കെ തെറ്റി, കുടുംബക്കാര് വരുന്നില്ല. ഏട്ടന്മാരുണ്ട്, എല്ലാം പൈസക്കാരാണ്, ആരും വരുന്നത് കാണാനില്ല. അപ്പൊ ഞാൻ എന്ത് പണി ചെയ്തു, അവസാനം ലാസ്റ്റില് വൈഫ് എന്ത് പറഞ്ഞ ഒരു തീരുമാനം, അത് ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ അത് ആദ്യം ഞാൻ പറയാണ്, വൈഫ് ഒരു തീരുമാനം എടുത്തു. വൈഫിന്റെ സ്കൂളിൽ നിന്ന് കംപ്ലീറ്റ് പൈസ വാങ്ങിയിട്ട് ട്രെയിനിലേക്ക് ചാടി മരിക്കാനുള്ള പരിപാടി. മകളും വൈഫും. അങ്ങനെ ഇവളെ സ്കൂളിൽ പോകുമ്പോൾ വളരെയധികം പ്രയാസമായിരുന്നു. ഒന്നുമില്ല, ബസ്സിന് ടിക്കറ്റിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. വളരെയധികം വിഷമായിരുന്നു. ഞാൻ ആ സമയത്ത് ഡ്യൂട്ടിക്കും പോകുന്നുണ്ട്. ഡ്യൂട്ടിയിൽ യാതൊരു തരത്തിലുള്ള ആബ്സെന്റോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എല്ലാവരും എന്നോട് ഉപദേശിക്കും, ചേട്ടാ ഇങ്ങനെ പോയാൽ വളരെയധികം, ആ ടീച്ചർ ഭയങ്കര പാവാണ്, അതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ ചിന്തന വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വൈഫിനോട് സ്കൂളിലത്തെ ഒരു തോമസ് മാഷ് ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എന്താ ഫേസ്? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുന്നു ടീച്ചർ, ഇന്നല്ല ഈ സ്കൂളിൽ വിട്ട് വരുമ്പോ ഫേസിന് ഒരു മുമ്പത്തെ മാതിരിയുള്ള ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ടീച്ചർ പറഞ്ഞു ഒന്നുമില്ല. അങ്ങനെ ടീച്ചർക്ക് എന്തോ പ്രശ്നം പറഞ്ഞോളൂ, നമുക്ക് സോൾവ് ചെയ്യാം. അതാണ് അദ്ദേഹം പറഞ്ഞത്, തോമസ് മാഷ്. അദ്ദേഹം പറഞ്ഞു, എന്നാ ശരി, മാഷ എന്റെ കൂടെ ഒന്ന് നടക്കാമോ ചോദിച്ചു. വെളിയിൽ സ്കൂൾ വിട്ടു. അങ്ങനെ രണ്ടുപേരും തിരൂര് ഒരു താഴെപ്പാലം പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് ടീച്ചറുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി തോമസ് മാഷോട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് തോമസ് മാഷ് തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എന്ത് ഭയങ്കരാണെന്ന് പറഞ്ഞു. അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ നാളെ ഞാനും ഒരു വ്യക്തിയും ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്, അപ്പോ സേതട്ട് അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അപ്പോ വൈഫ് പറഞ്ഞു സേതട്ട് ഉണ്ടാവും. ശരി, ഞാൻ ആരോടും ഇത് പറയില്ല സ്കൂളില്, പക്ഷെ ഞാനും വേറൊരു വ്യക്തിയും വരുന്നുണ്ട് പറഞ്ഞു. ഒരു ഹിന്ദു ആയ ഒരു വ്യക്തിയാണ്, പിന്നെ ഞാനും വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർ അപ്പൊ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ നാളെ 2 പേര് സേതട്ടിന്റെ മദ്യപാനം നിർത്താൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ചോദിച്ചു, ആരാ, വല്ല ജ്യോത്സ്യന്മാരാണോ ചോദിച്ചു. അല്ല സേതട്ട, എന്റെ മാഷും അവരുടെ ഒരു ഫ്രണ്ടും ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ അവരൊരു 10-10:30 മണിക്ക് വന്നു.
ഭവനത്തിലെ ക്വാർട്ടേഴ്സിൽ വന്നു. അന്ന് അവിടെ ആരില്ല, മോനും മോളും ചെറിയ സ്കൂളിൽ പോയി. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, സേതേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇരിക്കും. ഇന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളെ സ്വന്തം സ്വദേശം എവിടെ? ഞാൻ പറഞ്ഞു കുറ്റിപ്പറാറ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആര്യശാലൊന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇന്നില്ല, എനിക്ക് ഒന്നരാടെ ഡ്യൂട്ടി ഉള്ളൂ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വൈഫിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സേതം അല്ല മാം, എല്ലാ ദിക്കിലും നോക്കിയിട്ട് അയ്യോ ഇവിടെ ദേവന്മാരും ദേവിമാരും ഫോട്ടോസ് ആണല്ലോ, ഇതൊക്കെ ആരെ പണിയാ വെച്ചു? ലൈറ്റൊക്കെ ആരിട്ടിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടിരുന്നു. ഞാൻ പറഞ്ഞു അത് എൻ്റെ പണിയാണ്, അത് എനിക്ക് ഒരു അറ്റാച്ച്മെന്റ് വേണ്ടിനാ പറഞ്ഞു. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ, ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി ഭഗവാനൊക്കെ ഫോട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ഭഗവാനും ഭഗവതിയും ഫോട്ടോ നിങ്ങൾ പാത്തിച്ചിട്ട് വല്ല മെച്ചമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു കുറവില്ല, കാരണം ഞാന് രാവിലെ മുതൽ തുടങ്ങിയതാ മദ്യത്തിന്റെ. അപ്പൊ എന്നോട് ഇന്ന് കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു 2 പെഗ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത പറഞ്ഞു, അല്ല മാഷക്ക് വേണോ? ടീച്ചർ അറിയാതെ വേണേ തരാന്ന് പറഞ്ഞു. അപ്പൊ അതേ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന്. എന്നാൽ ഞാന് ഇപ്പൊ ഞാൻ വൈകുന്നേരം ടീച്ചർ കൂടെ വരാം. മറ്റാളും പറഞ്ഞു ഞങ്ങൾ ടീച്ചർ കൂടെ വൈകുന്നേരം വരാം. അങ്ങനെ അവര് ഒരു 5 അപ്പൊ ഞാൻ ടീച്ചർക്ക് വിളിച്ചു. ഒരു മാഷ് ഒരാളും വന്നു. അപ്പൊ അവര് വൈകുന്നേരം വരുന്നുണ്ട്, നീ നേരത്തെ വാ, കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ വാ, അപ്പൊ അവർക്ക് ചായ എല്ലാം കൊടുക്കണ്ടേ. ആ ശരി പറഞ്ഞു. അങ്ങനെ ടീച്ചറെ അവിടെ നിന്ന് 1ാമത്തെ ക്യാഷിലെ പഴം വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ മാഷും വേറെ അദ്ദേഹം വന്നു. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് മാഷ്, ഇദ്ദേഹം ആലോചിച്ചു, ഇത് മോഹൻദാസ് ബ്രദറാണ്, ഇദ്ദേഹം ഒരു ഫാസ്റ്ററാണ്, ബ്രദറാണ്. പക്ഷെ ഇദ്ദേഹം ഈ മദ്യപാനം നിർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നോടല്ല, ഞാൻ ഒന്നും മിണ്ടില്ല. അങ്ങനെ ടീച്ചർ പറഞ്ഞു, ടീച്ചറോട് ആദാമിന്റെ ഹവ്വന്റെ കഥയാണ് തുടങ്ങി സ്റ്റാർട്ടിങ്ങില് മോഹൻദാസ് ബ്രദർ. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടിരുന്നേ, എനിക്കെന്താ ഹവ്വ എന്താ ആദാമ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതില്. അപ്പൊ എന്നോട് പറഞ്ഞു, സേതന് എന്താ തോന്നുന്നു? ഞാൻ പറഞ്ഞു ഞാൻ മദ്യം പിടിക്കുന്നുണ്ട്, എന്താ തോന്നുവാനോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ടീച്ചറോട് ഒരുപാട് വചനം ടീച്ചർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ മക്കൾ വന്നു, മക്കളെല്ലാരും കൂടി കണ്ടു. അപ്പൊ ഇവര് പറഞ്ഞു, ഞായറാഴ്ച 10 മണിക്ക് ഞാനൊരു കോട്ടേഴ്സിലെ താമസം, അവിടെ ഒരു ആലയുണ്ട്, അങ്ങോട്ട് വരുന്നു. ആ കോട്ടേഴ്സിൽ തന്നെ ആലയം, ഫുഡെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരൊക്കെ ഉണ്ട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട്, അത് എനിക്ക് ഭാര്യ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും തോന്നി. ശരി വരാറുണ്ട്. അങ്ങനെ ഞാനും ഞായറാഴ്ച ദിവസം ഇവിടുന്ന് ബസ് കയറി 4 ആളും, മോളും മോനും ഞാനും വൈഫും അവിടെ പോയി, ആലയത്തിൽ പോയി. അവിടെ പോയപ്പോ അവിടെ ഭയങ്കര ഒരു സ്വർലോകം കിട്ടിയമായി. പല ആൾക്കാരും, നമ്മളെ കുടുംബക്കാരുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം. കാരണം ഒരു വ്യക്തിയെ തെറ്റിയാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കുടുംബക്കാര്, മെയിൻ നമ്മുടെ കുടുംബക്കാര്. അവിടെയൊക്കെ ഭയങ്കര സ്നേഹം. പിന്നെ അവര് സ്റ്റാർട്ട് ചെയ്തപ്പോ യേശുവിന്റെ പാട്ടൊക്കെ പാടിയിട്ട് അവസാനം അവര് കൈയടിച്ചു. അപ്പൊ ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവര് പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും, ടീച്ചറോട് എന്താ പറഞ്ഞത്, എല്ലാ ഞായറാഴ്ചയും 7 ഞായറാഴ്ച സേതട്ടന്റെ മദ്യപാനം വിട്ടുപോകുന്ന അദ്ദേഹം കണ്ടിപ്പായി പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ടാന്ന് ഒറ്റ വാക്ക്. അപ്പോ അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നിട്ട് വൈഫിനോട് ചോദിച്ചു, സേട്ട എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ആ കയ്യടിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞത് ആ കയ്യടിയില് എന്തോ ഒരു തരികടുണ്ട് പറഞ്ഞു. കാരണം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അടുത്ത ഞായറാഴ്ച പോയി. അങ്ങനെ 7 ഞായറാഴ്ച ഞങ്ങൾ പോയി. പാസ്റ്ററെ, ദൈവം വലിയവൻ. 1997 മുതൽ
2006 മെയ് മാസം വരെ ഈ മദ്യത്തിന്റെ അടിമയായ ഞാൻ വെറും 7 ആഴ്ചെത്തിയപ്പോൾ എന്റെ മദ്യപാനം നിന്ന് ഭാഷ. ഞാൻ ദൈവത്തിന് ഇപ്പം നന്ദി പറയാണ്. അന്ന് ദൈവം ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ ഓരോന്ന് പ്രാർത്ഥിച്ചിട്ട് കടമ. അപ്പൊ അവര് പറഞ്ഞു, ഫാസ്റ്റസും അവരെല്ലാരും പറഞ്ഞു, വേറെ ടീച്ചറോട് പറഞ്ഞു എഴുതി പ്രാർത്ഥിക്കും, ഓരോ പ്രശ്നങ്ങൾ എഴുതിയിട്ട് നിങ്ങളെല്ലാം കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ ടീച്ചറെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം ഒരു കടക്കാരൻ വന്നിട്ട് അപ്പോൾ അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഞാൻ ബ്ലേഡിൽ നിന്ന് വാങ്ങിയപ്പോ അതെ ആള് ഉള്ളിൽ കയറി ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കടക്കാരൻ പറഞ്ഞു, ടീച്ചർ എന്തിനാ ഇങ്ങനെ എത്ര പൈസ കൊടുക്കുന്നത്? വലത് കൈ കൊടുക്കുമ്പോ ഇടത് കൈ അറിയുന്നില്ലല്ലോ. ടീച്ചറൊന്നും പറയുന്നില്ല ചെയ്തിട്ടെന്ന്. ഇവിടുത്തെ വഴിക്ക് എനിക്ക് നിങ്ങളെ ബ്ലേഡിന്റെ പൈസ വെറും വാങ്ങിയ പൈസ മാത്രം തന്നാൽ മതി. അങ്ങനെ വൈകുന്നേരം ഞാൻ ഡ്യൂട്ടിയിൽ വന്നപ്പോ അപ്പൊ അവളെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം 10 വർഷം നമ്മൾ അലട്ടിയല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് പണിയുന്നു, ചുരുക്കം പറഞ്ഞ ഫാസ്റ്റ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങള് ഓരോരോ ബാഗിലിരുന്നു അത്ഭുതപ്പെടുകയാണ്. 7 ബാഗിലിരുന്ന് ഞങ്ങള് ഇതുണ്ട് എന്താണ് ലോൺ എടുത്തു. അദ്ദേഹത്തിന് ആധാർ കാർഡ് വേണ്ട, ഒരു പ്രോഫിറ്റും വേണ്ട, നിങ്ങൾ കൊണ്ടേക്കോളെ, ബാക്കി പിന്നെ തന്നാ മതി എന്ന മാനേജർ പറഞ്ഞത്. അങ്ങനെ കേട്ടപ്പോ എനിക്ക് ബൈബ് കൂടി എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ മൈക്കിനോട് ടീച്ചറും പറഞ്ഞു, ഈ ദൈവത്തെ മുറുകെ പിടിക്കണം, എല്ലാം ഈ ദൈവം നടത്തുന്നത്. അങ്ങനെ എന്റെ മക്കളിന്റെ മോളെ എന്നെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഇങ്ങനെ നല്ലൊരു ദൈവത്തെ കിട്ടിയത് നന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഒരു ദിവസം പിന്നെ ഞായറാഴ്ച ആലയത്ത് പോയപ്പോ മോൾക്ക് അന്ന് 8 വയസ്സായിട്ടുള്ളൂ. പാസ്റ്റർ പറഞ്ഞു, ബ്രദർ പറഞ്ഞു, സ്നാനം ചെയ്യാനുള്ളവരെ കൈ പൊന്തിക്കും. അപ്പൊ മോള് ബാക്കിൽ ഇരുന്നിരുന്നു. അവളെ കൈ പൊന്തിച്ചു. അവൾക്ക് സ്നാനം എന്താണെന്ന് അറിയില്ല. അവള് കൈ പൊന്തിച്ചപ്പോ ബൈബിൾ പിന്നെ തിരിഞ്ഞപ്പോണ്ട് ഇവള് കൈ പൊന്തിച്ചു. അപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ വീട്ടിൽ വന്നു. മോളെ അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എനിക്ക് സ്നാനം എന്താ അറിയും? അതൊന്നും എനിക്കറിയില്ല, ഞാൻ കൈ പൊന്തിച്ചു, എനിക്ക് സ്നാനം ചെയ്യണം, ഒറ്റ വാക്ക്. അവളെ സ്നാനം ചെയ്തു ആദ്യത്തെ ദിവസം. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് എന്റെ വൈഫ് സ്നാനം ചെയ്തു. 7 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു. 11 കഴിഞ്ഞ മാസത്തില് എന്റെ മോനും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എന്റെ വൈഫും എന്റെ ഭാര്യയും ഞാനും മോളും കംപ്ലീറ്റ് സ്നാനം ചെയ്ത് ഇപ്പൊ ഈ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നം. ഇപ്പൊ ഞങ്ങൾ എന്ത് പണി ചെയ്തു? ഇപ്പൊ ഞങ്ങൾ ഒരൊറ്റ തീരുമാനത്തുണ്ട്, ലോകത്താൻപാടും മറ്റു പല പ്രശ്നം വരുന്ന ആത്മാക്കളെ ദൈവത്തെ കാണിച്ചു തരുന്നുള്ള ഒരൊറ്റ ദൈവം. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം മന്ദാസ് ബ്രദർ ലവ് ആർമി ക്രൂസൈഡ് ബിൽസൺ ബ്രദർ, അദ്ദേഹം എസ്പേഡായി തിരുവനന്തപുരത്ത് പരശുവക്കല് ഞങ്ങളെ കൊണ്ടുപോയി. 10 ദിവസം അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് ഹർബാൾ എന്ന സ്ഥലത്ത് പാസ്റ്ററുണ്ട്, വലിയൊരു പാസ്റ്ററാണ്. അവിടെയും പോയി, അവിടെയും ആരാധന പങ്കുചെയ്തു, അവിടെയും കഴിഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആരാധനകളിലും നമ്മൾ ചെന്നു. ഞങ്ങളെല്ലാം സ്നാനം ചെയ്തത് തൃശ്ശൂരത്തെ ഡാനിയൽ പാസ്റ്ററായിരുന്നു. തൃശ്ശൂർ അദ്ദേഹം പറഞ്ഞു, ഇനി കുഴപ്പമില്ല, ഇനി ദൈവത്തെ മുറുകെ പിടിക്കാം. വേറെ ഇപ്പോൾ ഞങ്ങൾ നിന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനെന്ത് പണിയത്, പല സ്ഥലങ്ങളിൽ എന്നെ സുവിശേഷം എന്റെ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുവാൻ വേണ്ടി ഓരോരുത്തർ വിളിക്കുന്നു. ഞാൻ പല ഭാഗത്തും പോയിട്ട് എന്റെ സാക്ഷ്യം പറയുന്നു. നിലമ്പൂര്, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്, പല സ്ഥലങ്ങളിൽ, അവിടെ എന്നീ സ്ഥലങ്ങളിലും പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് പണി ചെയ്തു, ഇപ്പൊ ഞങ്ങള് ബ്രദറിന്റെ അവിടെ നിന്ന് വിട്ടിട്ട് കോഴിക്കോട് നോബൽ പി തോമസ് പാസ്റ്റർ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇവിടുന്ന് എക്സാക്ട്ലി 1.5 മണിക്കൂറുണ്ട്. മോർണിംഗിൽ ഇന്നേക്കും പാസ്റ്റർ അവിടെ പോകും.
അവിടെ പോയിട്ട് ഞങ്ങൾ എന്ത് പണി ചെയ്തു, പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പാസ്റ്റർ ഒരു കുടുംബത്തെ കണ്ടു. അത് പറഞ്ഞു, സേതേട്ടനും ടീച്ചറും ഒരു കുടുംബത്തിന് പോയി സാക്ഷ്യം വരണം, ആര് ദൈവത്തെ കൊണ്ടുവരണം. പാസ്റ്ററ് ഉച്ചക്ക് 1 മണിക്ക് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുണ്ടായിരിക്കും. രാത്രി 12-1 മണിക്കാണ് പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ വരാറ്. അന്ന് അവരെ സുവിശേഷം പറഞ്ഞ് എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഈ സുവിശേഷം പറഞ്ഞ വിവേചനം ചിലപ്പോൾ തരാറുണ്ട്. ചിലപ്പോൾ എന്ത് രോഗം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ അവര് ആലത്ത് ചുരുക്കം പറഞ്ഞ 10-16 ഫാമിലീസിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് ഏത് സഭ എന്നില്ല. ഇപ്പോ എല്ലാവരും കടങ്ങളാലും ഭാരത്താലുമുള്ള ആത്മാക്കളാണ് ഇപ്പോൾ വരുന്നത്. ആ സമയത്ത് അടുത്ത ഏത് ചർച്ചോ അവിടെയുള്ള പാസ്റ്റേഴ്സിനെ ആദ്യം കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അവിടുത്തെ ചർച്ച ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഫാമിലി, ഇപ്പൊ രാമനാട്ടുകര, കോഴിക്കോട് രാമനാട്ടുകരയില് അവരെ ഇങ്ങോട്ട് സന്നിധി പാസ്റ്ററെ പുതിയ ആളാണ്, അവരെ ഒന്ന് സഹായിക്കുന്നതാണ്. അങ്ങനെ പല ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങളെ ഭവനത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഒരു ഭവനം തന്നു. ഭവനം 3 റൂം മുകളിലും 3 റൂം അടിയിലും 4 സെന്റ് സ്ഥലത്ത്. അത് ഭവനം കൊണ്ട് ഞങ്ങളെ വാങ്ങി 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഈ സുവിശേഷം പറയുന്ന വ്യക്തികളെ ഞങ്ങളെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക്, കാരണം വൈഫ് വചനം എന്നെല്ലാം പറയുന്ന വ്യക്തിയാണ്. എനിക്ക് കൂടുതൽ വചനത്തെക്കാട്ടിയും പാട്ടാണ് കിട്ടുക കൂടുതലും. പിന്നെ ചില സമയങ്ങളിൽ ഓരോ രോഗങ്ങൾ വന്നാലും അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോ ഞങ്ങളവിടെ സുവിശേഷം പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരും. അവരൊന്ന് ബലപ്പെടുത്തി നല്ല അവരെവിടെ നിന്ന് വരുന്നുവോ അവിടെ കൊണ്ടാക്കി അവരെ ആലയത്തിൽ വിടും. അങ്ങനെയാണ് ഇപ്പോ. കൊറോണ കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങനെ 5-8-9 ഫാമിലീസ് ഉണ്ടായിരുന്നു. കൊറോണ കാലം വന്നപ്പോൾ അതെല്ലാം താറുമാറായി. അങ്ങനെ മോളെ കല്യാണം കഴിഞ്ഞു. അതും ഒരു വിശ്വാസിയായിരുന്നു, മനുമേനന്റെ സഭയിലുള്ള ഒരു വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങോട്ട്, അപ്പോ അവരെന്ത് ചെയ്തു, അവര് മോളവിടെ തൃശ്ശൂർ താമസിക്കുകയായിരുന്നു, മണ്ണത്തി താമസിക്കുമ്പോൾ. അപ്പൊ ഇവിടെ മോൾക്കൊരു കുട്ടിയായപ്പോൾ എൻ്റെ വൈഫ് റിസൈൻ ചെയ്തിട്ട് മോളെ കുട്ടീനെ നോക്കാൻ വേണ്ടി പോയി, വേറെ ആരുമില്ല. അങ്ങനെ ഞാൻ എന്ത് പണി ചെയ്തു, 5-8 ഫാമിലീസ്, അത് അധികം ലേഡീസ് ആകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇപ്പോ ലേഡീസ് ആണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇവരെ ഓരോരോ സഭയിലേക്ക് അർപ്പിക്കാം. നല്ല നല്ല സഭയിൽ എവിടെ നിന്ന് വരുന്നുവോ അവിടെ നിന്ന് 5-6 കിലോമീറ്റർ ദൂരെ ആ സഭയിൽ എത്തിക്കാം. കാരണം ഇവിടെ പിന്നെ, കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, കാരണം ആൾക്കാരെ എന്ത് പറയുന്ന കാര്യം പറ്റില്ല. ഞാൻ ഓരോ സഭയിലെ ഏൽപ്പിക്കും. അങ്ങനെ ഇപ്പൊ ഞങ്ങള് അവിടെ താമസിക്കുന്നു. അങ്ങനെ ചുരുക്കത്തിലാണ് ഈ ദൈവത്തെ നമ്മളെ മുറുകെ പിടിക്കുന്ന പാസ്റ്റർ. പിന്നെ രണ്ടാമത് ആ സമയത്ത് വൈഫിന്റെ ഈ മാരീഡ് കഴിഞ്ഞു, മോളുടെ മാരീഡ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഞങ്ങള് ലോണിലായിരുന്നു. 11 ലക്ഷം രൂപ വീട് വാങ്ങാൻ വേണ്ടി എടുത്തിരുന്നു. 11 ലക്ഷം വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോ വൈഫിന്റെ ആ പേയ്മെന്റും അവിടെ സ്റ്റോപ്പായി. എന്റെയും പേയ്മെന്റ് അങ്ങനെ പഴയ കടങ്ങളെല്ലാം മറ്റും ഒന്ന് കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനെന്ത് പറയുന്നു, ഈ 11 ലക്ഷം ഇപ്പൊ എങ്ങനെ കൂട്ടപ്പോ ഇൻട്രസ്റ്റ് കൊടുക്കാനില്ല. അയച്ചാല് ബാങ്കില് 6-7 ലക്ഷം റിമൈനിങ് വന്നു, അത് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് ദിവസം ബാങ്കിലത്തെ SBI ആൾക്കാർ വന്നു. അവിടെ SBI കാർ വന്നപ്പോ അവര് പറഞ്ഞു, ഇത് ബാങ്കിൽ അടയ്ക്കണം. ഞാൻ പറഞ്ഞു, സാറേ അടുത്ത ആഴ്ച, അടുത്ത മാസം അടയ്ക്കാം, പെൻഷൻ കിട്ടിയാൽ അടയ്ക്കാം. എന്നിട്ടും അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2 മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കാരണം ഞാൻ ഒറ്റയ്ക്കായി, കാരണം വൈഫ് തൃശ്ശൂർ ദേശത്ത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത് പിന്നെയും ബാങ്കിലത്തെ ആൾ വന്നു, നിങ്ങളെ ജപ്തി ചെയ്യാൻ പോവുകയാണ് ബാങ്കിൽ. ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ ദൈവത്തിന്റെ മുഖത്ത്, ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. അവന്റെ മുഖത്ത് നോക്കിയ പ്രകാശത്തെ അവർ ലജ്ജിപ്പിക്കുന്ന ഒരൊറ്റ വാദ്യല്ലോ ഇതൊക്കെയായി ചെയ്തോളൂ പറഞ്ഞു. അവര് മുന്നിൽ ഗേറ്റില് ജപ്തി നോട്ടീസ് അടിച്ചു. അവരാണ് പോയി. അവര് പോയപ്പോ ഞാൻ പിടിച്ച് ചെയ്യുന്ന പറ്റിയായിരുന്നു.
ഞാൻ കയറി വിളിയിലിട്ടു. അങ്ങനെ ഇടയ്ക്ക് ഒരാള് താം വീട് വാങ്ങാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജപ്തി ഉണ്ട്, ഇത് ബാങ്കിൽ ലോണാണ്. കാരണം ഞങ്ങള് ദൈവത്തെ അറിഞ്ഞു ഇല്ലെങ്കിൽ പഴയ ഇതാണെങ്കിൽ ഞങ്ങൾ തിരുമ്പ ചെയ്തിരുന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞു ഞാൻ അദ്ദേഹം നേരിട്ട് അദ്ദേഹം പറഞ്ഞു അത് സാരമില്ല, നിങ്ങളെ പൈസ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കും. പക്ഷെ ദൈവമാണ് അവിടെ നിങ്ങളെ എല്ലാം വായിച്ചത്. ദൈവം 7 ലക്ഷം രൂപ അത് പറഞ്ഞു. എവിടെന്നാ? കോഴിക്കോട്. അദ്ദേഹം ഓട്ടോറിക്ഷ കയറി, ഞാനും കയറി, വൈഫും വന്നു. നേരെ അവിടെ നിന്ന് ബാങ്കിലത്തെ ലോൺ അടച്ചു. എന്നിട്ടും ഫാസറെ ജപ്തി കഴിഞ്ഞതിന്റെ ശേഷം 2 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു ഫാസറെ, വീട് വിൽക്കുന്നതിന് മുന്നേ. അങ്ങനെ ആരും ദൈവം ഒരുപാട് ഉപകാരം തന്നിട്ടുണ്ട്. ആ ഉപകാരത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല. ഇത്ര വലിയൊരു ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷം ഇതിന്റെ മുന്നേ എന്തുകൊണ്ട് കണ്ടില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രത്തോളം. പിന്നെ രണ്ടാമത് ഒരു അരശാല ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ തിരിച്ചു വരുമ്പോ ഒരു ആക്സിഡന്റ് ആയി. ആക്സിഡന്റിൽ എന്ത് പണി ചെയ്തു? അവിടെ അൽമാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. രാത്രി 11 മണിക്ക് അൽമാസ് ഹോസ്പിറ്റലിലെ അഡ്മിറ്റായി. അഡ്മിറ്റ് ആയപ്പോൾ എന്നോട് രാജം പ്രസാദ് ഡോക്ടർ, എറണാകുളത്ത് എല്ല് ഡോക്ടർ, അദ്ദേഹം ചോദിച്ചു നിങ്ങളെ എന്താണ് എന്ത് പറ്റിയോ ചോദിച്ചു. കാല് രണ്ടും ഇതായിരിക്കുന്നു, അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഡോക്ടർ വന്നു, വൈഫ് വന്നു, എൻ്റെ മക്കളും വന്നു. അച്ഛനും അങ്ങനെ ആശനായപ്പോൾ അയാൾ പറഞ്ഞു ഈ കാലിനടിയിൽ രണ്ടും ഭയങ്കര ഞരമ്പുകളെല്ലാം കൊണ്ട് ഈ 2 കാലും മുറിക്കണമെന്ന് ഡോക്ടർ വിജയിച്ചു. പക്ഷെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, സാറ് എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അയ്യോ, കാല് 2 മുറിക്കേണ്ടി വരും, 1 മാസം കഴിഞ്ഞ് പിന്നെ വരേണ്ടി വരും. ഞാൻ പറഞ്ഞു ഒന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇങ്ങനെ ആലയത്തിലുള്ള 2 വ്യക്തികളെ ചെയറിൽ ഇരുത്തിയിട്ട് എന്റെ ഭാഗത്ത് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ദിവസം. അങ്ങനെ ഒരു ദിവസം ഈ ആലയത്തിൽ നിന്ന് 2 വ്യക്തികൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരികണ്ഠം മൈതാനത്തില് ഇതുണ്ട്, പ്രാർത്ഥന ഉണ്ട്, ചെയ്തിട്ടൊന്ന് അങ്ങോട്ട് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു നടക്കാൻ വയ്യാത്ത ആൾ ഞാൻ എങ്ങനെ പോകും, അത് ഞങ്ങൾ കൊണ്ടുപോയിക്കളാം. അങ്ങനെ വൈഫ് പറഞ്ഞു ശരി പോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും KSRTC ബസ്സിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് മലബാർ എക്സ്പ്രസിന് എന്നെയും 2 പേരും കയറി തിരുവനന്തപുരത്തേക്ക് മോർണിംഗിൽ 6 മണിക്ക് എത്തി ബസ്. അവിടെ നിന്നിട്ട് ഞങ്ങൾ നോർമൽ ഒരു ഇതൊക്കെ ചെയ്തിട്ട് ഞാനും എല്ലാവരും പുത്തരികണ്ഠം മൈതാനത്തിൽ പോകും. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. ഉച്ച വരെ 10-20,000 ആൾക്കാർ. ഞാൻ ഒന്നും ശരിയായില്ല. അപ്പൊ ഞാൻ എടുത്ത കയറുന്ന ഇവരോട് നമുക്ക് പോവല്ലേ, ഒന്നും ശരിയായില്ലോ, കാല് ചേട്ടാ വൈകുന്നേരം മീറ്റിങ്ങിനൊന്നും അറ്റൻഡ് ചെയ്യാം. വിശ്വാസിയാണ്. അങ്ങനെ ഞങ്ങള് വൈകുന്നേരം മീറ്റിംഗ് വന്നു. അവിടെ ദൈവം അത്ഭുതം ചെയ്തു പാസ്റ്റർ. വൈകുന്നേരം 9 മണിക്ക് ബിന്നി സ്റ്റീഫൻ പാസ്റ്റർ അവിടെ പ്രസംഗിക്കാൻ വന്നിട്ട് ഉണർന്നുള്ളവർ നടക്കും, കാലുകളെല്ലാം ശരിയാക്കണമെന്ന് പറഞ്ഞ പാടെ ഈ ഇലക്ട്രിസിറ്റിയിൽ എങ്ങനെ കൈ വെച്ച് നോക്കുന്നു അതുമാതിരി ഒരു പവർ ഇലക്ട്രിസിറ്റി കാലിന്റെ 2 ഭാഗത്ത് കൊണ്ട് കയറി. ജാതെ 2 പേരോട് പറഞ്ഞു എന്റെ കാല് ശരിയായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് നടന്നു നോക്കുക. 20-10 ഞാൻ മെല്ലെ എണീറ്റ് നടന്നു. അസറ അച്ഛനെ പറഞ്ഞത് കറക്റ്റല്ലേ, പോകുന്നത് പോലെ ആവില്ല വരുന്നത് പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പാസനെ. അങ്ങനെ ദൈവം വലിയ വലിയ അത്ഭുതങ്ങളെന്ന് നടത്തി ദൈവം. ഈ ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ ഞങ്ങള് പാസ് എല്ലാം ആലയത്തും പോയിട്ട് ചിലതെല്ലാം ഇപ്പൊ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കാരനും ഓരോരുത്തരെ സംസാരിക്കും. അവരും ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നു. എത്രത്തോളം ദൈവം വഴി നടത്തി. ഇപ്പോഴും യാതൊരു സമാധാനമുണ്ട്, യാതൊരുള്ള പ്രയാസവും ഇല്ല. ഇപ്പോൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെയാണ് സുനിൽ ഐക്കാട് അവിടെ 3 ദിവസം അവിടെ പോയി.
അവിടെ പോയപ്പോ എനിക്ക് വെളിപ്പാടിന്റെ ശുശ്രൂഷ കിട്ടി പാസ്റ്റർ. അതുപോലെ ഇതിന്റെ ഈ ദർശനം രണ്ട് സംഗതി എനിക്ക് കിട്ടി അവിടെ. ഞാൻ ഇനിയും പോകുന്നുണ്ട് അവിടെ. ഞാൻ ഒരു ദിവസം പാസ്റ്റർ അടുത്തും വരും. കാരണം ഞാൻ റിട്ടയർഡ് എക്സർവീഷനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും അറിയാം. അതുകൊണ്ട് ഇത്രത്തോളം പാസ്റ്ററെ ഞാൻ ഇത് ആഗ്രഹിച്ചു ഇന്നും ദൈവം മുടങ്ങുമോ. ഞാൻ ഒറ്റ രാവിലെ മോർണിംഗ് പ്രാർത്ഥിച്ചു പാസ്റ്റർ, ദൈവം മുടങ്ങാതെ അങ്ങ് നടത്തണമെന്ന്. എല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ വിടുന്നു. എല്ലാം ദൈവമാണ് നടത്തുന്നത്. നമ്മളെ പാസ്റ്റർ ഇന്നലെ പറഞ്ഞ ഇവിടെ വന്നിട്ട് നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാം. ദൂതനോടെ ഇറക്കി പാസ്സാണെങ്കിലും പക്ഷെ ദൈവം എത്രത്തോളം വഴി നടത്തി. ദൈവം ഇനി അങ്ങോട്ടും വഴി നടത്തും. അതുപോലെ കാലിമത്തെ രണ്ട് അതില് അടയാളം കൂടിയുണ്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെ കാണിക്കുന്ന എനിക്ക് അറിയില്ല. നല്ല അടയാളമുണ്ട്. കാരണം ഞരമ്പ് കുട്ടിയിരുന്ന ഓരോ അപ്പൊ എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാനെങ്ങനെ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുമോ അതുപോലെ എന്റെ സാക്ഷ്യം ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. ഇതൊന്നപ്പോ വൈകും പറഞ്ഞു, ഞാൻ പറഞ്ഞു അനുഭവിച്ചത് നീയാണ്, ഞാനല്ല. ഞാൻ വെറും കള്ളം കുടിച്ച് നടക്കുന്നു. നിനക്ക് ഒരു ചാൻസ് തരും. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ആരുമല്ല, ഒന്നാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും. എത്രത്തോളാണ് എന്റെ കഥ. ദൈവം മർത്തപ്പെടുവാറാണ്. ഈ സാക്ഷ്യം കേട്ടിട്ട് വൈദ്യമുക്കാലും ആത്മാക്കൾ ദൈവസന്നിധിയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ പട്ടാളക്കാരനായതുകൊണ്ട് പട്ടാളത്തിലുള്ള ഒരുപാട് ജീവനക്കാരുണ്ട്. എല്ലാം ഈ മദ്യം എന്ന് പറഞ്ഞാല് മദ്യം കുടിപ്പിക്കുന്നു. പക്ഷെ അതിന്റെ ലഹരി വെറും 2-5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പോയി. പിന്നെ ഈ ഓവർ കള്ളു കുടിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയാണ്. എല്ലാവരോടും ഈ പട്ടാളക്കാർ ആരായാലും ഈ മദ്യത്തിന്റെ ബാക്കിൽ നടക്കാതെ ഈ നല്ലൊരു ജീവിതം വേണം. ഈ മദ്യത്തിന്റെ അടിമയാണെങ്കിൽ ഈ 3-4 വയസ്സുള്ള യേശുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മതം മാറണ്ട, ജാതി മാറണ്ട, കുലം മാറണ്ട. ഇപ്പോഴും ഞാൻ സേതുമാധവൻ നായരാണ്. എന്റെ ഭാര്യ വസന്തകുമാരിയാണ്. എന്റെ മോള് സ്മൃതി, മകൻ സച്ചിൻ. ആദ്യത്തുള്ള മതമാറ്റങ്ങൾ. പക്ഷേ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവം നമ്മൾ ഉയർത്തും. അത് 100% ആണ്. അത് ഞാൻ മനസ്സിലാക്കി. അതുപോലെ എല്ലാവരും മനസ്സിലാക്കണം. ഇത്രത്തോളം എന്നെ ഈ അരോമ ടിവിയിൽ എനിക്ക് നല്ലൊരു സാക്ഷ്യം പറയുവാനും എന്നെ പ്രേരിപ്പിച്ച ഡാനിയൽ ജോൺ പാസ്റ്ററെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. ഇവരിലുള്ള എല്ലാ സ്റ്റാഫിനെയും ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ ദൈവമേ, ആശ്രയിപ്പാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല. കർത്താവെ അടിയന് കർത്താവെ ഇന്നിവിടെ നല്ലൊരു സാക്ഷ്യം പറയുവാൻ അരോമ ടിവിയിൽ കർത്താവെ സാക്ഷ്യം പറയുവാൻ അങ്ങ് ഒരുക്കിയതിനായി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാണല്ലോ, അങ്ങ് വലിയവനാണല്ലോ അപ്പ. അങ്ങ് ഉപേക്ഷിക്കാത്തവനാണല്ലോ അപ്പ. ഒറ്റമ്മ മറന്നാലും നീ എന്നെ മറക്കില്ലെന്ന വചനം കർത്താവെ അവർക്ക് വിശ്വസിക്കുന്നു. അടിയന്റെ സാക്ഷ്യങ്ങൾ കേട്ട് നിൽക്കുന്നവർ കർത്താവെ ഒരുപാട് പേരുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരങ്ങനെ സന്നിധിയിലേക്ക് കൂട്ടി വരുത്തണമേ. അവിടെ ദൂതന്മാർ അയക്കണമേ അപ്പ. പല സന്നിധിയിൽ നിന്നും കർത്താവെ അങ്ങയുടെ മഹത്വത്തിനായി മാത്രം അപ്പ. നിങ്ങൾക്കൊരു പുകഴ്ചയും വേണ്ടപ്പ. അങ്ങയുടെ മഹത്വത്തിനായി ദൂതന്മാരെ അങ്ങ് ഇറക്കിയതിനായി നന്ദി. അവിടെ നിന്ന് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിന്റെ നാമം വിടുവിച്ചതിനായി നന്ദി. യേശുവിന്റെ നാമം സൗഖ്യം ചെയ്തതിനായി നന്ദി. യേശുവിന്റെ നാമം അനുഗ്രഹിച്ചതിനായി നന്ദി അപ്പ. ആശ്രയും കുടുംബത്തെ അരോമ ടിവിയിലുള്ള എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണേ അപ്പച്ച. യേശുവേ സ്തോത്രം. യേശുവിന്റെ നാമം. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ പ്രിയ സേതുമാധവൻ ചേട്ടൻ. അത്രത്തോളം സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുടെ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചല്ലോ. കർത്താവ് സഹായിക്കട്ടെ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവിൻ്റെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട്
ആ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്ന ആ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു തികഞ്ഞ മദ്യപാനിയായിട്ട് ഈ ലോകത്ത് ഒരു പാപത്തിൻ്റെതായ വഴികളിൽ ഒരു പക്ഷെങ്കിൽ ജീവിച്ച് നശിച്ച് പോകുവാൻ ഇടയാകുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ക്രൂശിലെ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ നിത്യസ്നേഹത്താൽ ആ മദ്യത്തിനും ആ പാപത്തിൻ്റെതായ വഴികളിൽ നിന്നും മറ്റ് ഇതര വിശ്വാസത്തിൽ നിന്നും ഒക്കെ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കുടുംബമായി എല്ലാവരെയും ദൈവം അതിനായി വിളിച്ച് വേർതിരിച്ചല്ലോ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് തിരുനാമത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരുടെ ജീവിതത്തിലും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിയിൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com